മണാലി ബസ് സ്റ്റാൻഡിലായിട്ടുള്ളത്. അങ്ങനെ നമ്മൾ ഡ്രോപ്പ് ചെയ്തിട്ട് അഡ്വഞ്ചേഴ്സിൻ്റെ മെയിൻ ആളെ പേര് മൊട്ട പബ്സിന് നടുക്ക് മൊട്ട നിൽക്കും. അതായത് വണ്ടി റെൻറ്റ് നമ്മൾ ഓടിക്കുന്നതിന് മുന്നേ ആയിട്ട് വണ്ടി നമ്പർ 2 വണ്ടി എന്തെങ്കിലും ട്രിപ്പ് നമ്മൾ വഴിക്കൽ നിന്നു, അതുകൊണ്ട് കംപ്ലീറ്റ് ആണ്. അപ്പോൾ നമ്മൾ ആ ഒരു ടെസ്റ്റിംഗ് പാസ്, വണ്ടിയുടെ ഡിസ്ക്, ടയർ, സ്റ്റാർട്ടിങ് ട്രബിൾ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, വണ്ടി ഓടിച്ച് നോക്കുക. ഇതാണ് കേട്ടോ പേയ്മെൻറ്റ് തുടങ്ങിയാണ് ലെക്ചർ ക്ലാസ്. എങ്ങനെയൊക്കെയാണ് ബാഗിൽ പാക്ക് ചെയ്യേണ്ടത്. साइकिलिंग ट्रैवल करता था राजस्थान पूरा पहुंच रहा है एकदम से यहाँ भरा देना। मैं ये बोल रहा हूँ ഹലോ ഗൈസ്, കഴിഞ്ഞ വീഡിയോയുടെ ബാക്കിയാണ് കേട്ടോ ഈ വീഡിയോ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോ പറഞ്ഞ കാര്യം എന്താണ്, ഡൽഹിയിൽ നിന്ന് മണാലിക്കുള്ള യാത്രയായിരുന്നു. അപ്പോൾ ഡൽഹിയിൽ നിന്ന് മണാലിക്കുള്ള വണ്ടി കയറിയതും പിന്നെ യാത്രാ മധ്യയുള്ള കുറേ പുഴകളും ഡാമുകളും പശുവിൻ്റെയും അങ്ങനെ കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ നമ്മളുള്ളത് മണാലി ബസ് സ്റ്റാൻഡിലായിട്ടുള്ളത്. അപ്പോൾ നമ്മളെ യാത്രയിലെ 3ാമത്തെ ക്യാമ്പയിനെ കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോകുന്നത്. അത് ആരാന്നറിയണ്ടേ, ചെറിയ സസ്പെൻസ് കേട്ടോ, എന്തായാലും കാണാം. വണ്ടി ഇഷ്ടം പോലെ ഉണ്ടെന്ന് അവിടെ പറഞ്ഞു. ആണോ, ഹിമാലയനാണൊരു മൂഡ് തോന്നുന്നത്. തണുപ്പ് എന്നിട്ട് ജാക്കറ്റൊക്കെ ഉണ്ട് വണ്ടി. നമ്മുടെ സക്കടം तड़प हो रही नहीं। मैं प्रॉपर केरला से थोड़ा बहुत मैंने नॉर्थ में भी घूमा है। ये उतना नॉर्थ थोड़ा फर्स्ट टाइम आ रहा हूँ। राजस्थान, गुजरात और ये सब एरिया वहाँ तक मैंने कवर किया है। अब हमारे यहाँ से सोलंग वैली है, इधर से जो है तो 15 किलोमीटर लगभग। 15 किलोमीटर का खाली ड्रॉपिंग का 700 रुपये किराया है, 700। कितने किलोमीटर यहाँ से? 15 किलोमीटर। അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഓട്ടോക്കാരനും അരുണായിട്ട് നമ്മൾ സംസാരം തുടങ്ങി കേട്ടോ. അപ്പോൾ അരുണേട്ടൻ പറയും ഗുജറാത്ത്, രാജസ്ഥാൻ എന്നീ സ്ഥലങ്ങളിലൊക്കെ കറങ്ങിയിട്ടുണ്ട്, ആദ്യമായിട്ടാണ് ഇത് നോർത്തിലേക്ക് വരുന്നത്. അപ്പോൾ ഓട്ടോക്കാരൻ പറയും അങ്ങനെയാണെങ്കിൽ ഇവിടെ അടുത്തൊരു 15 കിലോമീറ്റർ അപ്പുറത്ത് സോളങ് വായുന്ന സ്ഥലമുണ്ട്, അവിടെ ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടി മാത്രം 700 രൂപയാണ്. അപ്പോൾ 15 കിലോമീറ്ററിന് 700 രൂപ എന്ന് ചോദിക്കുമ്പോൾ അയാൾ പറയും അത് കുത്തനുള്ള കയറ്റാണ്, അതാണ് ഇത്ര പൈസ വരുന്നത്. ഇതാണ് കേട്ടോ റൈഡ് മോട്ടോ അഡ്വഞ്ചേഴ്സ് എന്ന നമ്മൾ വണ്ടി റെൻറ്റിന് എടുക്കാൻ പോകുന്ന സ്ഥലം. അങ്ങനെ നമ്മൾ ഡ്രോപ്പ് ചെയ്തിട്ട് ഓട്ടോക്കാരെ അടുത്ത ട്രിപ്പിനായിട്ട് വാലിൽ തീ പിടിച്ച് പോലെ പാടി പറന്ന് പോയിട്ടുണ്ട്. അപ്പോഴാണ് മണാലീൻ്റെ ഭംഗിയൊക്കെ നമ്മൾ നേരിട്ട് കാണുന്ന മലകളും പുഴകളും കുറേ വണ്ടികളൊക്കെ ആയിട്ട് അങ്ങനെ റൈഡ് മോട്ടോ അഡ്വഞ്ചേഴ്സിൻ്റെ മെയിൻ ആളെ പേര് അനീഷ് ഭായ് ആണ്. അനീഷ് ഭായ് അപ്പോൾ അവിടെ ഇല്ലായിരുന്നു. അപ്പോൾ അനീഷ് ഭായിൻ്റെ അസിസ്റ്റൻ്റ് ആണിത്. അപ്പോൾ നമ്മളെ പ്ലാനും കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ പുള്ളി നമുക്ക് റൂട്ടും കാര്യങ്ങളൊക്കെ നല്ല ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞു തന്ന്. ഇതാ നോക്കിയേ, മൊട്ട പബ്സിന് നടുക്ക് മൊട്ട നിൽക്കുന്നില്ല, അതുപോലെ നടുക്ക് നിൽക്കുന്നതാണ് നമ്മളെ ഹിമാലയ, നമ്മളെ വണ്ടി റെൻറ്റിനെടുത്തത്. അങ്ങനെ മത്തി പൊരിക്കാനിട്ട പോലെ ഇഷ്ടംപോലെ ഹിമാലയ ബൈക്കും അങ്ങനെ റോയൽ എൻഫീൽഡൊക്കെ ഇവിടെ ഉണ്ട്. വണ്ടി റെൻറ്റിനെടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട റൂൾ നമ്പർ 1, അതായത് വണ്ടി റെൻറ്റ് നമ്മൾ ഓടിക്കുന്നതിന് മുന്നേ ആയിട്ട് വണ്ടിയുടെ കംപ്ലീറ്റ് ഏരിയ നമ്മൾ എന്ത് ചെയ്യുക, നല്ല വെടിപ്പായിട്ട് വീഡിയോ എടുക്കുക. അത് ചെറിയ സ്ക്രാച്ച് ആണെങ്കിൽ പോലും നമ്മൾ എന്ത് ചെയ്യുക, കംപ്ലീറ്റ് വീഡിയോ എടുക്കുക. അത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കയ്യിൽ 10-12 ദിവസത്തോളം വണ്ടി ഉണ്ട്. അപ്പം നമ്മൾ എന്ത് ചെയ്യുക, കംപ്ലീറ്റ് വണ്ടി നമ്മൾ ഓടിച്ച ശേഷം റിട്ടേൺ കൊടുക്കുന്ന സമയത്ത് ആ ഷോപ്പുകാരത് കംപ്ലീറ്റ് ഒന്ന് ക്രോസ് ചെക്ക് ചെയ്യും. ആ സമയത്ത് എന്തെങ്കിലും ഡാമേജ് ഉണ്ടെങ്കിൽ അവർ പറയും, അതായത് നമ്മുടെ കയ്യിൽ നിന്ന് വരാത്ത ഡാമേജ് ആണെങ്കിൽ പോലും അവർ പറയും ഇത് നിങ്ങളുടെ കയ്യിൽ നിന്ന് ഡാമേജ് ആണ്. അപ്പോൾ നമ്മുടെ കയ്യിൽ ഈ വീഡിയോ, അതായത് വണ്ടിയുടെ കംപ്ലീറ്റ് കാര്യങ്ങൾ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പറയാം ഇത് നമ്മുടെ കയ്യിൽ നിന്ന് വന്ന ഡാമേജ് അല്ല, ഇതിന് മുമ്പ് വേറെ ആരോ ഉപയോഗിച്ചപ്പോൾ വന്ന ഡാമേജാണ്. അതായത് ബ്രേക്ക്, നെറ്റ് ബോൾട്ട് കംപ്ലീറ്റ്, അതായത് ബ്രേക്കിൻ്റെ ക്ലച്ച്, ബ്രേക്ക്, അങ്ങനെ എന്തൊക്കെയാണ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നന്നായിട്ട് നമ്മൾ എന്ത് ചെയ്യുക, വീഡിയോ എടുത്ത് വെക്കുക. കണ്ടോ, इंडिकेटर का एक ही टूटा है ना, एक ही। हाँ, कोई इशू नहीं है, इंडिकेटर हिलेगा नहीं। കണ്ടോ, ഇൻഡിക്കേറ്ററിൻ്റെ കാര്യത്തിൽ നോക്ക്, ഒരു ഇൻഡിക്കേറ്റർ പൊട്ടി, ഒരു ഇൻഡിക്കേറ്റർ പൊട്ടിയിട്ടില്ല. അപ്പോൾ നമുക്ക് കൊടുക്കുന്ന സമയത്ത് അയാൾ പറയും ആ ഇൻഡിക്കേറ്റർ നിങ്ങളെ കയ്യിൽ നിന്നാണ് പൊട്ടിയത്. പിന്നെ രണ്ടാമത്തെ കാര്യം,
വണ്ടി റൂൾ നമ്പർ 2, വണ്ടി എന്ത് ചെയ്യുക, നന്നായിട്ട് സ്റ്റാർട്ട് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക, എൻജിൻ്റെ സൗണ്ട് നന്നായിട്ട് ചെക്ക് ചെയ്യുക. എന്തെങ്കിലും ചെറിയ വേരിയേഷനോ അങ്ങനെ എന്തെങ്കിലും വരികയാണെങ്കിൽ ആ സ്പോട്ടിൽ വണ്ടി മാറ്റുക. കാരണം 30,000 കിലോമീറ്റർ ഓടാണല്ലോ. അപ്പോൾ എവിടുന്നെങ്കിലും ചെറിയൊരു പണി വരികയാണെങ്കിൽ എൻജിൻ പണിയാണ്, പിന്നെ അതിൻ്റെ പൈസ, പിന്നെ ട്രിപ്പ് നമ്മളെ വഴിക്കൽ നിന്നു. അതുകൊണ്ട് കംപ്ലീറ്റ് കാര്യങ്ങൾ നന്നായിട്ട് ചെക്ക് ചെയ്യുക. മെയിനായിട്ട് എൻജിൻ സൗണ്ട്, പിന്നെ ഓയിൽ. ഇത് നോക്കാം. അപ്പോൾ ഈ വണ്ടീൻ്റെ എൻജിൻ്റെ സൗണ്ട് കറക്റ്റാണ്. അപ്പോൾ നമ്മൾ ആ ഒരു ടെസ്റ്റും പാസ് ചെയ്യും. അപ്പോൾ അങ്ങനെ റൂൾ നമ്പർ 1ഉം 2ഉം നമ്മൾ പാസ്സായി. 3ാമത്തെ റൂളാണ് നമ്മളെ വണ്ടിയുടെ ഡിസ്ക്, ടയറ്, പിന്നെ ട്യൂബ്, കാറ്റ്, അങ്ങനത്തെ പരിപാടി. നമ്മളെ ടയറിൻ്റെ ഡീറ്റെയിൽസ് കംപ്ലീറ്റ് ക്രോസ് ചെക്ക് നന്നായിട്ട്. കാരണം ടയറിലോ അങ്ങനെ ആ ഭാഗത്തൊക്കെ എന്തെങ്കിലുമൊക്കെ ഡാമേജോ കാര്യങ്ങളുണ്ടെങ്കിൽ അവരോട് മാറ്റാൻ പറയാം. കാരണം നമ്മൾ ട്രാവലിങ്ങിൽ നമ്മൾ മേജർ പോർഷൻസ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഓഫ് റോഡാണ് കവർ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നല്ലോണം ശ്രദ്ധിക്കുക. പിന്നെ റൂൾ നമ്പർ 4, അതായത് നമ്മൾ വലിയ മെക്കാനിക്സും കാര്യങ്ങളൊന്നുമല്ല. അപ്പോൾ വണ്ടിക്ക് എന്താ ചെറിയ സ്റ്റാർട്ടിങ് ട്രബിള് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് എന്തൊക്കെയാണ് ചെയ്യേണ്ടത്. അത് ഞങ്ങൾ 2 ആളും ആദ്യമായിട്ടാണ് ഹിമാലയ ഓടിക്കുന്നത്. അപ്പോൾ അതിൻ്റെ വണ്ടി ചിലപ്പോൾ നിന്നൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ സ്റ്റാർട്ടിങ് ട്രബിള് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കുക. അതൊക്കെയാണ് 4ാമത്തെ റൂൾ. പിന്നെ അത് കഴിഞ്ഞിട്ട് റൂൾ നമ്പർ 5, അതായത് ഇത്രയും കഴിഞ്ഞ ശേഷം നമ്മൾ എന്ത് ചെയ്യുക, വണ്ടി ഓടിച്ച് നോക്കുക. റോഡ് ടെസ്റ്റ് ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഞാനാദ്യമായിട്ട് ഹിമാലയ ഓടിക്കാത്ത പരിചയമില്ലാത്തതുകൊണ്ട് എന്ത് ചെയ്ത് ബാക്കിലാണ് ഇടുന്നത്. അപ്പോൾ പുള്ളി ചോദിക്കുന്നുണ്ട് ഇടയ്ക്ക് ഓക്കെ അല്ലേ വണ്ടി, ഓക്കെ അല്ലേ ഉണ്ട്. അപ്പോൾ ഞാൻ പറയുന്നത് ഓടിച്ച് നോക്കണമെന്ന്. അപ്പോൾ അങ്ങോട്ട് പുള്ളി ഓടിച്ച് തിരിച്ച് ഞാനാണ് വണ്ടി ഓടിച്ചത്. അത് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അപ്പോൾ അതൊക്കെ എല്ലാം സെറ്റായ ശേഷം ഞങ്ങൾ എന്ത് ചെയ്ത് എൻ്റെ ആധാർ കാർഡും പിന്നെ പേയ്മെൻറ്റും കൊടുത്ത് ഇതാണ് കേട്ടോ പേയ്മെൻറ്റ് സ്ലിപ്പ്. അങ്ങനെ പേയ്മെൻറ്റ് സ്ലിപ്പെല്ലാം കൊടുത്ത് പേയ്മെൻറ്റ് സ്ലിപ്പും കാര്യങ്ങളൊക്കെ കൊടുത്ത് സെറ്റാക്കിയിട്ടുണ്ട്. അതിനുശേഷം ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾക്ക് ബാഗ് പാക്ക് ചെയ്യുന്ന വലിയ അറിവില്ല എന്ന് പറഞ്ഞപ്പോൾ അയാൾ തുടങ്ങിയാണ് ലെക്ചർ ക്ലാസ്. എങ്ങനെയൊക്കെയാണ് ബാഗ് പാക്ക് ചെയ്യേണ്ടത്, എവിടെയൊക്കെയാണ് വെക്കേണ്ടത്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞ്. അപ്പോൾ ഞാൻ പറയുന്നത് ഫുൾ വീഡിയോ എടുത്തോണ്ടെന്ന് ചോദിച്ചപ്പോൾ ആൾ പറഞ്ഞു എടുത്തോ, കുഴപ്പമൊന്നുമില്ല. അങ്ങനെ ഇങ്ങനെയാണ് ഏറ്റവും ബാഗ് പാക്ക് ചെയ്യുന്നതിൻ്റെ ഇത് ഹിന്ദി വേർഷൻ അല്ലേ, നമ്മളെ മലയാളം വേർഷൻ ചെയ്തിട്ടുണ്ട് കേട്ടോ, എങ്ങനെയൊക്കെയാണ് ബാഗ് കറക്റ്റായിട്ട് വെക്കേണ്ടതെന്ന്. അപ്പോൾ ഞാൻ പുള്ളി പകരുന്ന ഏകദേശം ഞാൻ പറഞ്ഞുതരാം. അതായത് പുള്ളി പറയുന്നത് വെച്ചാൽ ഏറ്റവും വെയിറ്റുള്ള ബാഗ് ഏറ്റവും പിന്നിൽ വെക്കുക. പിന്നെ എന്ത് ചെയ്യുക, ചെറിയ ചെറിയ ബാഗ്, അതായത് വെയിറ്റ് കുറഞ്ഞ ഏകദേശം തുല്യമായ വെയിറ്റുള്ള 2 ബാഗ് സൈഡിൽ വെക്കുക. ഇതാണ് മറ്റേ സാധനം ബോൾനി उधर लगा वो शोल्डर में लगा दूंगा. ये बैग चाहिए ना यहाँ पर. हाँ ना ठीक. हाँ कुഴപ്പമൊന്നുമില്ല. उसको लास्ट में उस वाले में बांध देंगे. साइड वाले का तो कोई इशू नहीं है ना. हाँ ശരിയാ. അയ്യോ തണുപ്പ് തുടങ്ങി. ഹെൽമെറ്റ് നമുക്കിനി പെട്രോളല്ലോ വേണ്ടേ, പെട്രോൾ ക്യാനാ വേണ്ടേ. एक बार लगा मुझे वो सस्ता वाला था ना, बहुत यूज किया था. संबंध स्टार्टिंग में साइकिलिंग के लिए वही यूज करता था. अच्छा, साइकिलिंग ट्रैवल करता था, राजस्थान पूरा ऐसे घूम के आता. अच्छा, शुरुआत में आप साइकिलिंग किया? स्टार्टिंग साइकिलिंग से ही है. छोटा बैग है ना, इसका ध्यान रखना है. इसको डबल एक साइड से घुमा के ना, फिर नीचे से लेके ऊपर कर देना सीधा. മറ്റേ കൊളുത്തില്ല പൊട്ടി വരുമ്പോഴത്തേക്കും നമ്മള് നല്ല ഫോഴ്സ് വലിക്കത്തില്ല, അതൊന്നും ബാൻഡ് ഒന്നും ഇടിക്കണം. എടാ മോനെ ശരിയാണ്, നല്ല വേന അറിയാം. ഒരു വരയുണ്ടാകും കിട്ടും. 4 വാങ്ങി നന്നേനെ കേട്ടാ കേബിള്. എക്സ്ട്രാ കേബിള് വേണം. एक और बची है. अच्छा रिजिल कुഴപ്പമില്ല, നമ്മൾ ലാസ്റ്റ്. അയ്യോ നമുക്ക് മെല്ലെ പോട്ടെ, ഒരു തിരക്കുമില്ല. പയ്യെ നമുക്ക് എങ്ങനെയാണ് വണ്ടി തിരിച്ചേൽപ്പിക്കണം തോന്നുന്നു.
इधर को धक्का दे इसको ही करना है उधर से भी धक्का दे अरे फर्स्ट ഇത് കിട്ടിയിട്ട് ആ മനസ്സിലായി ഇതിന് രണ്ട് റോപ്പാണ് മറ്റേ अभी खोलना अभी അതിന് പുറകെ ഇരിക്കുമ്പോൾ आप बता रहे हैं कोई वीडियो बना रहे हैं ना हाँ। बाकी तो लेंगे इजीली नहीं वो बना देंगे कोई दिक्कत नहीं है देखते रहना अपना फिलहाल मैं अभी इसमें ही लगा रहा हूँ देखो नीचे भी बांध सकते हैं जहाँ पे यहाँ लगा दिया मैंने कहीं नहीं जाएगा अब नहीं जाएगा जाएगी भी अब पीछे बैठते हुए भी है ज़्यादा पीछे वो भारी नहीं लगाना है नींद आता है कहीं नींद आता है तो चाय पी लेना हाँ बिल्कुल वो तो होता ही है ट्रैवलिंग में ट्रैवलिंग में आता ही है। 10-20 चाय तो मेरा ही अकेला बन बाकी अगर हाँ, 5 थोड़ी लीटर चाय उड़ गया 5 लीटर का कहीं कैन ही मिलेगा ना छोटा वाला हाँ यहाँ डाल सकते हैं तेल का ठीक है इसका माइलेज कितना मिलेगा माइलेज तो 20-25 फर्स्ट सेकंड गियर में ज़्यादा चलोगे आपका लगेज भी है ना हाँ चढ़ाई में फर्स्ट सेकंड थोड़ा तेल खाएगा तभी बोल रहा हूँ जहाँ आपको दिखता है पेट्रोल पंप भराते जाना चाहे उसमें 200-300 का भी क्यों ना डले 100 रुपये का भी डले भराते रहे तो बीच बीच में पेट्रोल पंप मुश्किल है स्कूटी से इसमें एक और दिक्कत है वो फ्यूल इंडिकेटर मतलब कभी कभी रॉयल एनफील्ड का ऐसे भी होता है नहीं फ्यूल का तो चलेगा फ्यूल का चलेगा फुल टैंक करोगे यहाँ पहुँच जाएगा मतलब देखते रहना आपने फ्यूल कहाँ पहुँच रहा है यहाँ पहुँच रहा है एकदम से यहाँ भरा देना मैं ये बोल रहा हूँ कि रॉयल एनफील्ड का मैंने ऐसे भी ये कब देखा कि वो फ्यूल इंडिकेटर झूठ बोलता है कभी नहीं वो पता है क्या हिल जाएगा ना यहाँ से हिलता है एक जजमेंट भी ये रहेगा इसमें अगर फ्यूल का भी नहीं रहेगा आपको वही देखते safe रहना कि हाँ भरा हुआ है जहाँ लगता है खोल के देख लेना आपकी खोल के देख लेना हाँ पेट्रोल ऐसा है